അസ്സലാമു അലൈക്കും. എല്ലാവർക്കും കാലിക്കറ്റ് ഫ്ലേവേഴ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് കണ്ണച്ചപ്പത്തിരി ഉണ്ടാക്കിയാലോ? നമ്മൾ കോഴിക്കോട്ടുകാരെ സ്വന്തം കണ്ണച്ചപ്പത്തിരി. നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അതുമാത്രമല്ല ഏത് കറീൻ്റെ കൂടെയും നല്ലോണം മാച്ച് ആവുന്ന ഒരു പത്തിരിയും കൂടിയാണിത്. അപ്പോൾ നമുക്ക് വേഗം ഉണ്ടാക്കാം. ബിസ്മില്ലാ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് പൊടി കുഴച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് ചെറു ചൂടുള്ള വെള്ളമാണ്. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 കപ്പ് മൈദ ചേർക്കണം. നമ്മൾ ആട്ട യൂസ് ചെയ്തിട്ടും ഉണ്ടാക്കും, ആട്ട മാത്രം യൂസ് ചെയ്തിട്ട്. പക്ഷെ അത് വേറെ തന്നെ ഒരു രീതിയാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വീഡിയോ നമുക്ക് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ആട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് റവ. ഇത് ഓപ്ഷണലാണ്. റവ ചേർക്കുമ്പം കുറച്ചുകൂടി ക്രിസ്പി ആയിട്ടുണ്ടാവും. അപ്പം അത് ചേർത്ത്. പിന്നെ 1 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് കൂടാതെ ശ്രദ്ധിക്കുക. നെയ്യ് കൂടിപ്പോയാൽ നമ്മൾ പത്തിരി പൊരിച്ചെടുക്കുമ്പോൾ വല്ലാതെ എണ്ണ പിടിക്കും. പിന്നെ അത് മാത്രമല്ല നമ്മൾ പത്തിരി വല്ലാതെ സോഫ്റ്റായി പോവുകയും ചെയ്യും. നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള പത്തിരിയാണ് വേണ്ടത്. ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് കുഴച്ചെടുക്കാം. വല്ലാതെ സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കരുത്. നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ കുറച്ച് ഹാർഡായിട്ട് തന്നെ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ വെള്ളം ചേർക്കാം. ഞാനിപ്പോൾ ഒരു ഏകദേശം 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പത്തിരിക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ മാവ് അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഓയിലും കുറച്ച് മൈദപ്പൊടിയും വേണം പരത്തിയെടുക്കാൻ. ഞാൻ മാവൊക്കെ ഒരേപോലെയുള്ള ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് എടുത്തിട്ട് പരത്തിയെടുക്കാം. ഇനി നമുക്ക് ഓരോ ഉരുളകളും എടുത്തിട്ട് പരത്താം. ആദ്യം കുറച്ചൊന്ന് പൊടിയിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് പരത്തിയെടുക്കാം. ഒട്ടിപ്പിടിക്കൊന്നുമില്ല. നമ്മൾ പൊടി ഇടുന്നത് പത്തിരി നന്നായിട്ട് ക്രിസ്പി ആവാനും പിന്നെ നമ്മൾ പത്തിരി ഇങ്ങനെ പൊരിച്ചെടുക്കുമ്പോൾ ഓരോ ഇതളുകളായി കിട്ടാനുമാണ്. നന്നായി പരത്തിയിട്ട് അതിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ഒക്കെ യൂസ് ചെയ്യാം. സ്മെല്ലുള്ള നമ്മൾ കോക്കനട്ട് ഓയിലും അല്ലെങ്കിൽ ഒലിവ് ഓയിൽ അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. എന്നിട്ട് ഇതുപോലെ മടക്കിയെടുക്കാം. ഓരോ മടക്കിലും കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതുപോലെ 4 സൈഡിൽ നിന്ന് എടുത്തിട്ട് മിഡിലേക്ക് വെച്ചിട്ട് ഫ്ലവർ ആക്കിയെടുക്കാം. ഇതാണ് ഫ്ലവർ ഷേപ്പിൽ പരത്തൽ. ഇനി വേറൊരു രീതിയിൽ മടക്കുന്നത് നോക്കാം. നമ്മൾ ആദ്യം പരത്തിയ പോലെ തന്നെ ചപ്പാത്തി പരത്തണ പോലെ പരത്തിയെടുക്കാം. എന്നിട്ട് ഓയിൽ തേച്ച് കൊടുക്കാം. പിന്നെ ഇതുപോലെ മടക്കാം. ഇങ്ങനെ മടക്കിയ ശേഷം കുറച്ച് ഓയിലും കൂടി തേച്ച് കൊടുക്കാം. വീണ്ടും ഇങ്ങനെ തന്നെ മടക്കാം. ഇതാണ് സ്ക്വയർ ടൈപ്പിലുള്ള മടക്കൽ. ഇനി അടുത്തൊരു ടൈപ്പ് കൂടി നമുക്ക് നോക്കാം. ആദ്യത്തേതുപോലെ തന്നെ നമ്മൾ ഓയിൽ തേച്ചിട്ട് ഇങ്ങനെ മടക്കിയെടുക്കാം. എന്നിട്ട് ആ മടക്കിൽ കുറച്ചും കൂടി ഓയിൽ തേക്കാം. പിന്നെ ഇതുപോലെ മടക്കാം. ഓരോ മടക്കിലും കുറച്ച് ഓയിൽ തേക്കാൻ ശ്രദ്ധിക്കുക. ഓയിൽ അധികമായി നമുക്ക് പിന്നെ പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ആ മടക്കലും കഴിഞ്ഞു. അങ്ങനെ പത്തിരി മടക്കൽ കഴിഞ്ഞ് ഇനി മടക്കിയത് നമുക്ക് പരത്താം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് പരത്തിയാൽ മതി. ഈ ഒരു കട്ടിയിൽ പരത്താൻ ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ഓരോ പത്തിരിയായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഞാനൊരു പരന്ന പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വെജിറ്റബിൾ ഗീ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പത്തിരി മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള അത്ര നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ പൊരിച്ചെടുക്കാം. നമ്മൾ സാധാരണ പൂരിയൊക്കെ പൊരിച്ചെടുക്കുന്ന പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് പൊരിച്ചെടുക്കാം.
കണ്ടോ നമ്മുടെ പത്തിരി ഇങ്ങനെ വിടർന്ന് വരുന്നത്, നമ്മുടെ പൂവൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് വരുന്നത് കണ്ടോ. പൊരിച്ചെടുക്കുമ്പോൾ എണ്ണൻ്റെ ചൂട് ശ്രദ്ധിക്കുക, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചുട്ടെടുക്കാനും ശ്രദ്ധിക്കുക. ഫ്ലെയിം വല്ലാതെ കുറഞ്ഞു പോയാൽ എണ്ണ നല്ലോണം പിടിക്കും. അപ്പോൾ നമ്മളെ ക്രിസ്പി ആയിട്ടുള്ള പത്തിരി റെഡിയായി. പൊരിച്ചെടുത്തതിന് ശേഷം പത്തിരി ഓരോന്നിങ്ങനെ ചെരിച്ച് വെക്കാൻ ശ്രദ്ധിക്കുക. ഓരോന്ന് അട്ടിയായി വെച്ചാൽ പിന്നെ അത് പെട്ടെന്ന് തണുത്തു പോവും. അപ്പോൾ പെട്ടെന്ന് തന്നെ ചൂടോടെ വിളമ്പാൻ ശ്രദ്ധിക്കുക. പൊരിച്ചെടുത്ത് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ സെർവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മളെന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് പൊരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ കണ്ണച്ചപ്പത്തിരി നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല ചിക്കൻ പൊരിച്ചതാണ് ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ. പിന്നെ നിങ്ങളെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.